നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവാറ്റയിലെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളാണ്. അതായത് പ്രതികൾ ആദ്യം തയ്യാറാക്കിയ പദ്ധതി വീടിന്റെ ഓട് പൊളിച്ച ശേഷം ശിവൻകുട്ടിയുടെ തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനാണെന്ന് പ്രതിയായ +1 വിദ്യാർത്ഥിയുടെ മൊഴി. ആശയം ഉദിച്ചത് 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നാണെന്നാണ് കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഓടിന് താഴെ മച്ചുള്ളതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. വിഷം കൊടുത്തു കൊല്ലാനും വാഹനം ഇടിപ്പിച്ചു കൊല്ലാനും ആലോചിച്ചിരുന്നു. 13 ആൺ സുഹൃത്തും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശമടക്കം പുറത്തു വന്നിട്ടുണ്ട്. പിടിക്കപ്പെടില്ലെന്ന അമിത ആത്മവിശ്വാസം ഈ കുട്ടികൾക്കുണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം എന്നതൊരു ചോദ്യം തന്നെയാണ്. കൊലപാതകം ആസൂത്രണം ചെയ്ത ചാറ്റുകൾ മായ്ക്കാഞ്ഞത്, ഡിലീറ്റ് ആക്കാത്തതാണ് പ്രതികളെ കുടുക്കിയത്. ശിവൻകുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ 13-കാരി ആൺ സുഹൃത്തിന് അയച്ചു നൽകി. ഫോൺ രേഖകൾ അടക്കം ഏറ്റവും നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റകൃത്യത്തിൽ സിനിമയിൽ നിന്നുള്ള ആശയം ഉണ്ടാകാമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു. 2017 AR മുരുകദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് സ്പൈഡർ. അതിൽ ഒരു ബാലൻ ഓരോരുത്തരെയും തലയിൽ കല്ലിട്ട് കൊലപ്പെടുത്തുന്നതാണ് പ്രമേയം. ഇത്തരത്തിലൊരു പ്ലാനിംഗ് ആയിരുന്നു കരുവാറ്റയിലെ വിദ്യാർത്ഥികൾ നടത്തിയത്. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ പ്രതികൾ ശിവൻകുട്ടി ഉറങ്ങിയെന്ന് മനസ്സിലാക്കി ഏണി വച്ച് മേൽക്കൂരയുടെ മുകളിൽ കയറി. എന്നാൽ ഓരോ ഇടത്തും ഓടിളക്കി നോക്കുമ്പോൾ മച്ച് തടസ്സമായി. മച്ചില്ലാത്ത ഭാഗത്ത് ഇറങ്ങാനും കഴിഞ്ഞില്ല. പിന്നാലെ പദ്ധതി ഉപേക്ഷിച്ചു. എന്നാൽ അവിടെ വെച്ച് തന്നെ വാട്സാപ്പിൽ 13-കാരിയുടെ മെസ്സേജ്. വെന്റിലേഷന്റെ ഭാഗത്ത് വലിയ ദ്വാരമുണ്ട്, അതുവഴി ഇറങ്ങാം എന്നാണ് സന്ദേശം. പിന്നാലെ ദ്വാരം വഴി ഒരാൾ അകത്ത് കയറുകയും വാതിൽ തുറന്ന് മറ്റുള്ളവരെ അകത്ത് കയറ്റുകയുമായിരുന്നു. ഇതിനു മുൻപ് ശിവൻകുട്ടിയെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള പദ്ധതിയും ഇവർ ഇട്ടിരുന്നു. ഇതിനായി കരുനാഗപ്പള്ളിയിൽ ഒരു കൊട്ടേഷൻ ടീമുമായും കുട്ടികൾ ബന്ധപ്പെട്ടിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞിട്ടും അവർ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. വിഷം കൊടുത്തു കൊല്ലാനുള്ള ശ്രമവും ഇതിനിടെ പാളി. ഇതിനെ തുടർന്നാണ് സാധാരണ കൊലപാതകങ്ങളിൽ ഉണ്ടാകുന്ന സങ്കീർണത ഒഴിവാക്കാൻ പൊടുന്നനെ മരണം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിൽ മുകളിൽ നിന്ന് വലിയ പാറക്കല്ല് തലയിലിട്ട് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. 67 വയസ്സുള്ള ശിവൻകുട്ടിയുടെ മൃതദേഹം വിവസ്ത്രനായ നിലയിലാണ് കണ്ടെത്തിയത്. കൈയും കാലുകളും ബന്ധിച്ചിരുന്നു. വീടിനുള്ളിലാകെ മുളക് പൊടി വിതറിയിരുന്നു. വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണമാണ് മോഷണം പോയത്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിൽ 13-കാരി കണ്ടിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പെൺകുട്ടിക്ക് ഐഫോൺ വാങ്ങാനും കൂട്ടുപ്രതികളായ പരവൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് ബൈക്ക് വാങ്ങുന്നതിനുമാണ് വീട്ടിൽ നിന്ന് സ്വർണം കവർന്നതെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഭർത്താവിൻ്റെ മൃതദേഹം കണ്ട് ഭാര്യ വളരെയധികം വേദനയോടെ പോകുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. അതിക്രൂരമായി കുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തിയ തൻ്റെ പ്രിയതമൻ്റെ മൃതശരീരം കണ്ട് സങ്കടമടക്കാനാകാതെ നിൽക്കുന്ന ഭാര്യയും കഴിഞ്ഞ ദിവസം ആശുപത്രി നടയിൽ നമ്മൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് ഒരു 13 വയസ്സുകാരിയും കൂട്ടുകാരും ചേർന്ന് നടത്തിയ കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗൃഹനാഥനെ കൊലപ്പെടുത്തി ഓർണമെന്റ്സ് കവർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 13 വയസ്സുകാരി നയിച്ചത് പ്രശ്നങ്ങൾ നിറഞ്ഞിരുന്ന ഒരു ജീവിതമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കുടുംബാന്തരീക്ഷമായാലും അത്തരത്തിൽ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു ഈ 13 വയസ്സുകാരി 13 വർഷം ജീവിച്ചത്. അമ്മയുടെ ജോലി വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്നേഹം പലപ്പോഴും കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നത് 13-കാരിയെ ന്യായീകരിക്കാനോ 13-കാരിക്ക് അനുകൂലമായി അല്ലെങ്കിൽ 13-കാരിയെ മഹത്വൽക്കരിച്ചുകൊണ്ടോ സംസാരിക്കുന്നതല്ല. പക്ഷേ അന്തരീക്ഷം അത് മാത്രമാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിലൊരു സോഫ്റ്റ് സൈഡ് പറഞ്ഞ് ആ പെൺകുട്ടിയെ ന്യായീകരിക്കരുതെന്ന തരത്തിലൊരു തെറ്റിദ്ധാരണ പ്രേക്ഷകർക്കിടയിൽ വരരുത്. എന്തായാലും അമ്മയുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ. ബന്ധുഗൃഹങ്ങളിൽ മാറി മാറിയാണ് 13-കാരി താമസിച്ചത്. പലതവണ വീട്ടിൽ നിന്ന് ഒളിച്ചോട്ടം, മോശം കൂട്ടുകെട്ടുകൾ, ഉറ്റ ബന്ധുവിൽ നിന്ന് മോശം പെരുമാറ്റം അടക്കം 13 വയസ്സുകാരി കടന്നുപോയത് സംഘർഷഭരിതമായ ജീവിതമാണ്. ഈ 13 വയസ്സുകാരി കടന്നു വന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഈ പ്രായത്തിന് ഒട്ടുമേ ചേരാത്ത ക്രൂരമായ കൊലപാതക ആസൂത്രണത്തിലേക്ക് ഈ പെൺകുട്ടിയെ നയിച്ചതിൽ നിർണായക ഘടകമായിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം നിലവിൽ നിൽക്കുന്നത്. സ്വർണം കവർന്നാൽ മാത്രം പോരാ, കൊലപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കൊലപാതകം വീഡിയോ കോളിൽ തത്സമയം കണ്ട് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. സംഭവത്തിന്റെ മുഖ്യ ആസൂത്രക ഈ പെൺകുട്ടി തന്നെയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയുടെ ആദ്യ വിവാഹം, ആ വിവാഹത്തിലാണ് ഈ 13-കാരി പിറന്നത്. അവൾ പിറന്ന് അധികം കഴിയും മുൻപേ വിവാഹബന്ധം
വേർപെട്ടു. അമ്മ വിദേശത്തേക്ക് പോയി. പരവൂരിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ആലപ്പുഴയിലെ ചിൽഡ്രൻസ് ഹോമിലാണ് കുട്ടി പിന്നീട് വളർന്നതും പഠിച്ചതുമൊക്കെ. 6ാം ക്ലാസ്സിൽ പരവൂരിലെ സ്കൂളിലും 7ാം ക്ലാസ്സിൽ നെടുങ്ങോലത്തെ സ്കൂളിലുമാണ് 13കാരി പഠിച്ചത്. വീട്ടിൽ നിന്ന് അക്രമം നേരിടുന്നതായി ഒട്ടേറെ തവണ സ്കൂളിൽ കുട്ടി പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ റിപ്പോർട്ട് ചെയ്യരുതെന്നും അപേക്ഷിച്ചിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിദേശത്ത് പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിയുമായി 2 വർഷം മുമ്പ് അമ്മ പുനർവിവാഹം കഴിച്ചു. ഇതോടെ അമ്മ പൂർണ്ണമായും അകന്നു. ഇത്തരത്തിലൊരു തോന്നൽ കുട്ടിയിൽ ഉടലെടുക്കുകയും അത്തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് കുട്ടി മൊഴിയായി നൽകി എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. മുൻപ് ഒന്നിലേറെ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള കുട്ടിയാണ്. പോലീസിന്റെ സഹായത്തോടെ പെൺകുട്ടിയെ കണ്ടെത്തി തിരിച്ച് വീട്ടിലേൽപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടില്ലെന്ന് പറഞ്ഞ് കുട്ടി പ്രതികളായ കൗമാരക്കാരുടെ വീട്ടിൽ നിൽക്കുന്നു. പൊതുപ്രവർത്തകർ ഇടപെട്ട് തിരികെ വീണ്ടും വീട്ടിലെത്തിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 13 വയസ്സുകാരി കടന്നുപോയ അനുഭവങ്ങൾ, നമ്മളിപ്പോൾ ഒരു കൊലപാതകി എന്ന രീതിയിൽ ആ പെൺകുട്ടി നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട് എങ്കിൽ പോലും എങ്ങനെ ആ കുട്ടി അതിലേക്ക് എത്തി? പലപ്പോഴും തമാശയ്ക്ക് പോലും പറയുന്ന ഒരു വാചകമാണ്, ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല, ഈ സമൂഹമാണ് അവരെ കുറ്റവാളിയാക്കുന്നത് എന്നത്. ഒരു 13കാരി കൊലപാതകി ആയിട്ടുണ്ട് എങ്കിൽ തീർത്തും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കേണ്ടിയുണ്ട്. എങ്ങനെ ആ കുട്ടി കൊലപാതകിയായി, ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് എങ്ങനെ നയിക്കപ്പെട്ടു എന്നൊരു ചോദ്യവും കൂടി അതിന് പിന്നിൽ നമുക്ക് ഒട്ടും അവഗണിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഗൃഹനാഥനെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന പ്രതികൾ ആദ്യം പദ്ധതിയിട്ടത് വീടിന്റെ ഓട് നീക്കി മുകളിൽ നിന്ന് ഭാരമുള്ള കല്ല് തലയിലേക്ക് ഇട്ട് കൊലപ്പെടുത്തുക എന്നതായിരുന്നു. പക്ഷേ വീടിന്റെ മേൽക്കൂരയിൽ കയറി ഓട് നീക്കിയപ്പോഴാണ് മറ്റുണ്ടെന്ന് മനസ്സിലായത്. പിന്നീടാണ് ശുചിമുറിയിലൂടെ അകത്ത് കയറാൻ ഇവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 13 വയസ്സുകാരുടെ ബാക്ക്ഗ്രൗണ്ട്, അമ്മയില്ലാതെ വളർന്നു, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹമില്ലാതെ വളർന്നു, ഒരുപാട് തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഭക്ഷണം കിട്ടില്ല എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ മോശം കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു എങ്കിൽ പോലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം അത് വളരെ മികച്ച രീതിയിലുള്ള ആസൂത്രണം തന്നെയാണ്. അതും ഈ പ്രായത്തിൽ ഇവർ നടത്തിയിരിക്കുന്നത്. 15-ാം തീയതി രാത്രി മാവേലി എക്സ്പ്രസിൽ ഹരിപ്പാട്ടെത്തിയ പ്രതികൾ ബസ്സിൽ കരുവാറ്റയിൽ ഇറങ്ങി വീടിന്റെ മുൻവാതിൽ അകത്ത് നിന്ന് തുറന്ന് മൂന്നാമനെ അകത്ത് കയറ്റി. വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനെ മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മരണം ഉറപ്പാക്കിയ ശേഷം അലമാരിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീട്ടിൽ നിന്ന് കവർന്ന 4 പവന്റെ സ്വർണ്ണാഭരണങ്ങളിൽ 1 ഗ്രാം തൂക്കമുള്ള ആഭരണം പ്രതികൾ 16,000 രൂപയ്ക്കാണ് വിറ്റത്. ബാക്കി സ്വർണം ഇവരുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിൽപ്പനയ്ക്ക് സഹായിച്ചയാളെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്ക് കൊലപാതകത്തിലും കവർച്ചയിലും പങ്കുള്ളതായി നിലവിൽ സൂചനയില്ല. ഓട്ടോയിലാണ് പ്രതികൾ അടക്കമുള്ളവർ വാടക വീട്ടിലേക്ക് എത്തിയത്. വീടിന് പിന്നിലുള്ള ശുചിമുറിയിൽ എക്സ്ഹോസ്റ്റ് ഫാനിനു വേണ്ടി തുറന്നിട്ടിരുന്ന ചെറിയ ഭാഗത്തുകൂടി മേൽക്കൂരയുടെ ഷീറ്റ് ഉയർത്തി 2 പേർ അകത്ത് കയറുകയായിരുന്നു. സ്വർണം മോഷ്ടിക്കാൻ പെൺകുട്ടിയും 17കാരനും ചേർന്ന് നേരത്തെ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഫോൺ സംഭാഷണങ്ങളിൽ ഇതിന്റെ തെളിവുകളടക്കം നിർണായകമായിട്ടുണ്ട്. 14-ാം തീയതിയാണ് ബന്ധുവിന്റെ മോശം പെരുമാറ്റത്തെ പറ്റി കുട്ടി സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്. കൊന്നുകളയണമെന്ന നിർദ്ദേശവും നൽകി. 15-ാം തീയതി രാത്രിയാണ് കൂട്ടുകാരനും 2 സുഹൃത്തുക്കളും ചേർന്ന് കൊലപാതകവും കവർച്ചയും നടത്തിയത്. ഉറ്റ ബന്ധു വീടിനുള്ളിൽ മരിച്ചു കിടക്കുമ്പോൾ പോലും സ്കൂൾ യൂണിഫോം ധരിച്ച് ഓണപരീക്ഷ എഴുതാൻ പെൺകുട്ടി ഇറങ്ങി. അപ്പോൾ ഈ ഒരു പെരുമാറ്റമൊക്കെ പെൺകുട്ടി കുടുങ്ങുന്നതിലേക്ക് നയിക്കപ്പെട്ടു. അതായത് പോലീസിൽ വളരെയധികം സംശയമുണ്ടായി. മരിച്ചു കിടക്കുന്നത് ഉറ്റ ബന്ധുവാണ്, അപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ഓണപരീക്ഷ എഴുതാൻ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇത് വലിയൊരു സംശയം ജനിപ്പിക്കുന്നു. മാത്രമല്ല, ഈ കൊലപാതകം നടക്കുന്ന ദിവസം കുട്ടി സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. കൊലപാതക സമയത്ത് തന്റെ സാന്നിധ്യം ഒഴിവാക്കാനുള്ള പെൺകുട്ടിയുടെ തന്ത്രമാണ് ഇതെന്ന് പോലീസിന് മനസ്സിലായി. ചോദ്യം ചെയ്തപ്പോഴും ഒന്നും അറിയില്ല എന്ന് തന്നെയായിരുന്നു പെൺകുട്ടി പ്രതികരിച്ചത്. ഒടുവിൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് പെൺകുട്ടി കുറ്റം സമ്മതിച്ചത്. അതേസമയം ഈ കൊല്ലപ്പെട്ട ഗൃഹനാഥനും കുടുംബത്തിനും പരിസരത്തുള്ളവരുമായി കാര്യമായ അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് അയൽവാസികൾ നൽകുന്ന മൊഴി. 2 വർഷം മുൻപാണ് ഇവർ കൊല്ലത്ത് നിന്ന് കരുവാറ്റയിലെത്തി 10 സെന്റ് സ്ഥലം ഇവിടെ വാങ്ങുന്നത്. ഈ സ്ഥലമുടമയുടെ തന്നെ വീട്ടിൽ വാടകയ്ക്ക് താമസം. 10 സെന്റ് ഭൂമിയിൽ 2 പെൺമക്കൾക്കായി വീടുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. പണിക്കാർക്ക് വെള്ളം കൊടുക്കാനായി വരുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിയെ കണ്ടിരുന്നതെന്നാണ് അയൽവാസികൾ പറയുന്നത്. അതിൽ ഒരു അയൽവാസി, അവർ താമസിച്ചിരുന്ന വീട്ടിലാണ് കൊല്ലപ്പെട്ട വ്യക്തി താമസിച്ചിരുന്നത്. ഇത് പുന്നപ്ര സ്വദേശിക്ക് വിറ്റു ഈ വീട്. അദ്ദേഹമാണ് അതിൽ 10 സെന്റ് സ്ഥലം വിൽക്കുകയും വീട് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തത്. 2 വർഷം മുൻപ് ഭാര്യയും മകളും ഭർത്താവും കൊച്ചുമകളുമാണ് ആദ്യം വന്നത്. 6 മാസം മുൻപ് വീട് പണി തുടങ്ങിയപ്പോഴാണ് കൊല്ലപ്പെട്ട വ്യക്തി എത്തിയത്. ആർക്കും അയൽവാസികളുമായി യാതൊരു അടുപ്പവുമില്ലായിരുന്നു. തൻ്റെ വാർഡിൽ ഈ കുടുംബവുമായി മാത്രമാണ് പരിചയമില്ലാത്തതെന്ന് സ്ഥലത്തെ പഞ്ചായത്ത് അംഗവും പറയുന്നുണ്ട്. അടുപ്പമുണ്ടാക്കാനുള്ള അവസരങ്ങൾ അവർ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ ചെന്നാൽ വാതിൽ പോലും തുറന്നിരുന്നില്ല എന്നുമാണ് പറയുന്നത്.
അതേസമയം ഗൃഹനാഥൻ കൊല്ലപ്പെട്ട ശേഷവും കൊച്ചുമകൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അതും സമീപവാസികളടക്കം നോട്ട് ചെയ്തിരുന്നു. കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം 2 വട്ടം കൊച്ചുമകൾ വാടക വീട്ടിലെത്തി. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരം വാങ്ങി. 16 രാത്രിയാണ് 2 ചെറിയ കുട്ടികൾക്കൊപ്പം പെൺകുട്ടി കടയിലെത്തിയത്. സാധാരണ കടയിലേക്ക് കയറുന്നതാണ്, പക്ഷെ അവൾ പുറത്താണ് നിന്നത്. മറ്റേ കുട്ടികളെ അകത്തേക്ക് വിട്ടു. ആ ദിവസങ്ങളിൽ അവൾ താമസിച്ചിരുന്ന സുഹൃത്തിന്റെ വീട്ടിലോ സമീപത്തോ ഉള്ള കുട്ടികളാകാനാണ് സാധ്യത. 3 പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു. വീട്ടിൽ പോയി തിരിച്ചു വരും വഴി വീണ്ടും കടയിൽ കയറി 2 പാക്കറ്റ് ചിപ്സ് കൂടി വാങ്ങിച്ചു. അപ്പോൾ പെൺകുട്ടി കടയിലേക്ക് കയറിയിരുന്നില്ല എന്നാണ് കടയുടമയുടെ വെളിപ്പെടുത്തൽ. പിറ്റേ ദിവസമാണ് മുത്തച്ഛൻ വീട് തുറക്കുന്നില്ലെന്ന് പെൺകുട്ടി പറഞ്ഞത്. സഹായത്തിനായി സമീപത്തെ SNDP യോഗം ഭാരവാഹിയുടെ ഫോൺ നമ്പർ നൽകണമെന്നും കുട്ടി പറഞ്ഞു. പിന്നാലെ പെൺകുട്ടിയുടെ മുത്തശ്ശി തന്നെ വിളിച്ചിരുന്നുവെന്നും കടയുടമ വ്യക്തമാക്കി. ഭാരവാഹിയായ ജോഷി ലാലിനെ താൻ വിവരം അറിയിച്ചു. പിന്നാലെ വീട്ടിലേക്ക് പോയി. മുത്തച്ഛൻ മദ്യപിച്ച് കിടക്കുന്നതിനാലാണ് വാതിൽ തുറക്കാത്തതെന്ന് കരുതിയെന്നാണ് അവൾ ഈ ഉടമയോടൊക്കെ പറഞ്ഞത്. അല്പം കഴിഞ്ഞപ്പോൾ അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകാനും ഇറങ്ങി. ഓണപരീക്ഷയാണ്, നിർബന്ധമായും പോകണമെന്ന് പറഞ്ഞു. മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണ് സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ച് ഈ കടയുടമയായ സ്ത്രീ അവളെ വിലക്കുകയും ചെയ്തു. അപ്പോൾ പോലീസും നാട്ടുകാരും ഒക്കെ ഈ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു ഘടകവും പെൺകുട്ടി കുടുങ്ങുന്നതിലേക്ക് നയിക്കപ്പെട്ടു. പറവൂർ കൊച്ചാലമൂട് ലക്ഷ്യമിടുന്ന സമയത്ത് താമസക്കാർ അക്ഷരാർത്ഥത്തിൽ നടുക്കത്തിലാണ്. ബന്ധുവായ കൗമാരക്കാരി പിതാവിനൊപ്പം പറവൂർ കല്ലങ്കുന്നിൽ താമസിക്കുമ്പോഴാണ് പ്രതികളായ കൗമാരക്കാരെ പരിചയപ്പെടുന്നത്. കുടുംബം വിലക്കിയിട്ട് ഇവരുമായുള്ള സൗഹൃദം തുടർന്നു. ആലപ്പുഴയിലേക്ക് മാറിയതിനു ശേഷവും ബന്ധം തുടർന്നു. പിതാവിന്റെ അമ്മ മരിച്ചതോടെ കുട്ടി കല്ലങ്കുന്നിലെ വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞിരുന്നു. പ്രതികളായ കൗമാരക്കാർ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ നേരിട്ടത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.